പെരുന്നാളിന് വീട്ടിലേക്ക് പോകുന്ന ഒരു 20-കാരൻ യാത്രക്കിടയിൽ സ്വന്തം പിതാവിന് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നു. വാപ്പ, ഇവിടെ ട്രെയിനിൽ വലിയ തല്ല് നടക്കുന്നു, എല്ലാവരും എന്നെ മർദ്ദിക്കുകയാണ്, ഞാൻ ഒളിച്ചിരുന്നാണ് മെസ്സേജ് അയക്കുന്നത്. തുടർന്ന് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. കുടുംബം പരിഭ്രാന്തിയിലാകുന്നു. നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ചിലർ ഇതിന് വർഗീയ നിറം നൽകി, ജയ് ശ്രീറാം വിളിക്കാൻ നിർബന്ധിച്ചതാണെന്നും സീറ്റ് തർക്കമാണെന്നും വരെ പ്രചരിപ്പിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്തായിരുന്നു? ഉത്തർപ്രദേശിലെ മൗവിലുള്ള ദാറുൽ ഉലൂം അംജദിയ മദ്രസയിലെ വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് ഫൈസാൻ റാസ എന്ന യുവാവിന്റെ കഥയാണത്. ബീഹാറിലെ ഗോപാൽഗഞ്ചിലേക്കുള്ള യാത്രയിലായിരുന്നു അവൻ. വാർത്ത വൈറലായതോടെ ബീഹാർ പോലീസ് ശക്തമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങളും യാത്രാവഴികളും പരിശോധിച്ച പോലീസിന് ഒരു കാര്യം വ്യക്തമായി: ട്രെയിനിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ആരും അവനെ ഉപദ്രവിച്ചിട്ടുമില്ല. 3 ദിവസത്തിനു ശേഷം ഫൈസാനെ സുരക്ഷിതമായി കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ അവൻ സത്യം തുറന്നു പറഞ്ഞു. മുഴുവൻ ഖുറാനും മനഃപ്പാടമാക്കുന്ന ഹാഫിസി ഖുറാൻ പഠനത്തിന്റെ കടുത്ത സമ്മർദ്ദം താങ്ങാനാവാതെ അവൻ തന്നെ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയായിരുന്നു അത്. പഠനം നിർത്തണമെന്ന് വീട്ടുകാരോട് പറയാൻ ഭയന്നിട്ടാണ് അവൻ ഈ നാടകം കളിച്ചത്. എത്ര പെട്ടെന്നാണ് ഒരു ചെറിയ നുണ വലിയൊരു വർഗീയ സംഘർഷത്തിലേക്ക് നയിക്കാൻ കാരണമായതെന്ന് നോക്കുക. യാതൊരു വസ്തുതകളുമില്ലാതെ പലരും ഇതിനെ ഒരു വർഗീയ ആക്രമണമായി ചിത്രീകരിച്ചു. എന്നാൽ പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലും CCTV ക്യാമറകളും ആ വ്യാജ പ്രചാരണങ്ങളുടെ മുനയൊടിച്ചു. താൻ ചെയ്തത് വലിയ തെറ്റാണെന്നും പഠനഭാരം ഒഴിവാക്കാൻ മാത്രമാണ് അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് ഫൈസാൻ പരസ്യമായി മാപ്പ് ചോദിക്കുന്ന വീഡിയോ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. തന്റെ പ്രവൃത്തി ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് അവൻ കരുതിയിരുന്നില്ല. സുഹൃത്തുക്കളെ, ഇതൊരു ഫൈസാന്റെ മാത്രം പ്രശ്നമല്ല. യാതൊരു തൊഴിൽ നൈപുണ്യവും നൽകാതെ മതഗ്രന്ഥങ്ങൾ മാത്രം കാണാപാഠം പഠിപ്പിക്കുന്ന മദ്രസകളിലെ പല പാവപ്പെട്ട കുട്ടികളും അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദമാണ്. കളിക്കാനോ മറ്റു തൊഴിലുകൾ പഠിക്കാനോ അവസരം നൽകാതെ ഒരു കുട്ടിയെ ദിവസം മുഴുവൻ കവിതകൾ മാത്രം കാണാപ്പാഠം പഠിക്കാൻ നിർബന്ധിക്കുന്നത് പോലെയാണിത്. ആ സമ്മർദ്ദം താങ്ങാനാവാതെ വരുമ്പോൾ ഇതുപോലുള്ള തെറ്റായ വഴികൾ അവർ തിരഞ്ഞെടുക്കുന്നു. ഇവിടെയാണ് മദ്രസകൾ നവീകരിക്കാനും അവരെ മുഖ്യധാരാ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള മോദി സർക്കാരിന്റെ ശ്രമങ്ങൾ മുസ്ലിം സമുദായത്തിനോടുള്ള യഥാർത്ഥ കാരുണ്യമായി മാറുന്നത്. മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ആധുനിക വിദ്യാഭ്യാസവും സയൻസും തൊഴിൽ നൈപുണ്യവും നൽകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുരക്ഷിതമായിട്ടുള്ള ഒരു വികസിത ഭാരതം സാധ്യമാകൂ. ഫൈസാന്റെ കുടുംബത്തിനുണ്ടായ ഈ ചെറിയ വേദന നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ്. ശാസ്ത്ര പഠനവും തൊഴിൽ നൈപുണ്യവും നൽകി യഥാർത്ഥ അവസരങ്ങളിലൂടെ നമുക്ക് നമ്മുടെ യുവതലമുറയെ വളർത്തിയെടുക്കാം.